ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ചക്ക വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഒരു ചക്ക വരട്ടിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ചിട്ടാണ് ഈ പായസം റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ വരട്ടി വെച്ചിരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതുള്ള ചക്ക വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ആ മിക്സിയിൽ അടിച്ചത് എടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വരട്ടിയിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് വരട്ടി വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അതിന് സമയം കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു തണുപ്പോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ടകട്ടയായിട്ട് ഇരിക്കുന്നത്. ഇത് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മെൽറ്റായി തുടങ്ങും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്, അടി പിടിക്കാതിരിക്കാനാണ്. ഇത് ഈ വരട്ടി വയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ശർക്കരയും ചേർത്തിട്ടാണ് ഇത് വരട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ശർക്കരയുടെ ആവശ്യമില്ല, നെയ്യും വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തതാണ്. അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമ്മൾ കട്ടയായിട്ടൊക്കെ ഇതിനകത്ത് ഈ ചക്ക കിടന്നതൊക്കെ ഒന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തതാണ്. ഒരു 5 കപ്പ് പാലുണ്ടാവും ഈ രണ്ടാം പാല്. അതുപോലെ ഒരു 1.5 കപ്പ് ഒന്നാം പാല്, നല്ല കട്ടിയുള്ള പാലുണ്ട്. പിന്നെ കുറച്ച് ചവ്വരി വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് ചവ്വരി വേവിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒറ്റയായിട്ട് കിട്ടും, ഒട്ടിപ്പോവാതിരിക്കും. ഇത് ഇത്രയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, ചവ്വരി ഒരു 4 സ്പൂണൊക്കെ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഈ ചക്ക ശർക്കരപ്പാനിയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൊത്തത്തിൽ ആദ്യം ചേർക്കുന്നില്ല, കുറച്ചൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള രണ്ടാം പാല് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം. ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് ചവ്വരി വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ചവ്വരി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടണം. അതുപോലെ ഇതൊന്ന് ഈ ചക്കയുടെ ആ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകി വരുമ്പോഴാണ് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൽ ചവ്വരിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. തിക്കായി വരുമ്പോൾ ഇത് പുറത്തേക്കൊക്കെ തെറിക്കാൻ തുടങ്ങും. ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പുറത്തേക്ക് തെറിക്കും.
അപ്പോൾ ഈ ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് അത് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ചേർക്കാൻ. തിളച്ച് പോകാതെ നോക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തിളച്ച് പോവും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ചുക്കിൻ്റെ പൊടി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂടിൽ തന്നെ ഇത് ഒന്ന് ഒരു ചെറിയൊരു തിള വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് കോക്കനട്ടും അതുപോലെ കാഷ്യൂ നട്ടും ഒക്കെ ഫ്രൈ ചെയ്തിടുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.